നമസ്കാരം, എല്ലാവർക്കും കാഴ്ചക്ഷതിയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് അവർക്കൊരു നഷ്ടബോധം. നിങ്ങൾ ഓർത്ത് അവർ കരയുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആ ഒരു സ്പ്രെഡ് എടുത്തപ്പോൾ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് സോഡ്സ് ആണ്. അവരിപ്പോ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ കണ്ണ് കെട്ടപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകാരികമായിട്ട് വളരെയധികം പ്രക്ഷുബ്ധമായിരിക്കുന്ന മാനസികാവസ്ഥയിലൂടെയാണ് പോകുന്നത്. എന്നിരുന്നാലും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്, മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ വഴി തിരഞ്ഞെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. അതിന്റെ വളരെയധികം പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പമുള്ള ആ ഒരു ജീവിതത്തിൽ അവർ വളരെയധികം സന്തോഷം അനുഭവിച്ചിരുന്നു. സന്തുഷ്ടമായ ഒരു ജീവിതമായിരുന്നു നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. നിങ്ങളെ പ്രണയ ജീവിതമായാലും ഫാമിലി ലൈഫായാലും നിങ്ങളോടൊപ്പമുള്ള ആ ഒരു ലൈഫ് അവർ വളരെയധികം സന്തോഷത്തോടെയാണ് അനുഭവിച്ചിരുന്നതെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവരതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വളരെയധികം ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടേണ്ടിയിരുന്നു എന്ന്, ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യേണ്ടിയിരുന്നു എന്ന് ആ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടി ഈ റിലേഷൻഷിപ്പ് നിലനിർത്തേണ്ടതായിരുന്നു. ഇത്രയും ഒരു പരിശുദ്ധമായ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം, കെയറിങ് ഇതെല്ലാം നിങ്ങളിൽ നിന്നിട്ട് ലഭ്യമായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയതിന് അവരിപ്പോൾ ഉറക്കമില്ലാത്ത വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അവർക്ക് ഉറക്കത്തിൽ അവർ പല സ്വപ്നങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ പല ചിന്തകളിലൂടെയൊക്കെ അവർ ഉറക്കം നഷ്ടപ്പെടുന്നു. അവർ എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് വളരെ സ്ട്രെസ് ആയിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് പോകുന്നത്. 9 ഓഫ് സോഡ്സ് അതാണ് പറയുന്നത്. അതുപോലെ തന്നെ 7 ഓഫ് വാണ്ട് അവരെ ഉള്ളില് ആന്തരികമായിട്ട് എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിന് അവര് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഇങ്ങനെയൊരു സാഹചര്യം വന്നതിന് അവർ ഏറ്റവും കൂടുതൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വയം പഴിച്ച് മുന്നോട്ട് പോകുന്നു. സ്വയം ഓരോ കാര്യങ്ങൾ അങ്ങനെ വേണ്ടിയിരുന്നില്ല, അത് പറയേണ്ടിയിരുന്നില്ല, അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോഴാണ് അവർക്കൊരു തിരിച്ചറിവുണ്ടായിട്ട് അവർ ആ ഒരു മാനസിക സംഘർഷത്തിലൂടെയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു പ്രണയ ജീവിതമായിരുന്നു നിങ്ങളുടേന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ രീതിയിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ്, നിങ്ങളെയല്ല ആ വ്യക്തിയെ തന്നെയായിരിക്കും കൂടുതലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തേണ്ടി വന്നത്. മറ്റുള്ളവർ പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു തീവ്രത കുറയ്ക്കാൻ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും അവസാനിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ കളിച്ചിട്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലാത്തവരോ അല്ലെങ്കിൽ അസൂയാലുക്കളായ വ്യക്തികളോ അല്ലെങ്കിൽ അവരെ ആഗ്രഹിക്കുന്നവരോ മറ്റൊരു രീതിയിൽ അവരെ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് തകർക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അല്ലെങ്കിൽ അവരെ പല രീതിയിലും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു സത്യമല്ലാത്ത കാര്യങ്ങളെ അവരെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ കെട്ടിച്ചമച്ച കാര്യങ്ങളായിരുന്നു എന്ന് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ ആ വ്യക്തിയോട് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലും കൂടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റും ഈ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തി ഒരു പുതിയ വെളിച്ചത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മുഴുവനായിട്ടുള്ള ഒരു വേദനയോട് കൂടിയാണ് ആ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നതും. ആ ഒരു പെയിൻ മുഴുവനായി ശരീരത്തിൽ മൊത്തം വാളുതറച്ച ഒരു അവസ്ഥയിലൂടെ ഇരുട്ടിൽ ഒരു വഴി കാണാതെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കാത്ത പോലെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പുതിയൊരു വെളിച്ചമാണ്. ആ ഒരു വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധം ആ വ്യക്തി ഇപ്പോൾ അവിടെ ഒരു വേദനയോട് കൂടി കിടക്കുകയാണ്. അതായത് കോൺഫ്ലിക്റ്റ് ധാരാളം നടക്കുന്നു. മറ്റുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടോ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ വളരെയധികം ഒരു ഫൈറ്റ്, ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അവരും തമ്മിൽ വളരെയധികം പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ വാക്കുതർക്കങ്ങളിലൂടെയൊക്കെ പോകേണ്ടി വരുമെന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ഭയം ആ വ്യക്തിക്കുണ്ട്. നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു തർക്കത്തിലേക്ക് വരുമോ, അങ്ങനെയുള്ള ഭയം ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളിൽ ഇപ്പോൾ ഉള്ളത്. അതായത് ഒരു വ്യക്തി പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. രണ്ടുപേരുടെയും ചിന്ത രണ്ട് ദിശയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് വ്യക്തമാക്കാൻ
വ്യക്തമാക്കി എടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു സാഹചര്യം, അതായത് കമ്മ്യൂണിക്കേഷനിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരാനായിട്ടും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തി വളരെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടും നിങ്ങളുടെ സ്നേഹബന്ധത്തെ കുറിച്ചിട്ട് ആ വ്യക്തി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി ഇപ്പോൾ സ്വയം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്, ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ ഇടപെട്ട് നിങ്ങളെ ആ ഒരു പ്രണയ ജീവിതത്തെ തകർത്തെറിഞ്ഞു എന്നുള്ളത് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്നേഹം എത്രയോ നല്ല രീതിയിലുള്ള, നിങ്ങൾ കൂടിയുള്ളപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു, ഒരു കെയറിംഗ് ഒക്കെ കിട്ടിയിരുന്നു. നിങ്ങൾ ആ കെയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വളരെയധികം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം വീണ്ടും ഒന്നു ചേരാൻ ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തിക്ക് വളരെയധികം നഷ്ടബോധമാണ് തോന്നുന്നത്. ആ വ്യക്തി പലപ്പോഴും ഒരു എല്ലാ രാത്രികളിലും ഒരു നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട്, നിങ്ങളെ നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ്, ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ്. എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരണം, അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ എത്തണമെന്നും സന്തോഷകരമായ ഒരു ജീവിതം വേണമെന്നും ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വിവാഹ ജീവിതം, നിങ്ങളെ സ്വന്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു ജീവിതം തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് മാറി കിട്ടണമെന്നും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു സ്റ്റക്ക് എനർജിയിലാണ് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത്. നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനോ സാധിക്കാത്ത ഒരു സ്റ്റക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്റ്റക്കായി നിൽക്കുകയാണ്. അതിൽ നിന്നിട്ടൊരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് റീയൂണിയൻ ഉണ്ടാവട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു ഹാപ്പി സന്തോഷകരമായിട്ടൊരു ജീവിതം, ഒരു പ്രണയ ജീവിതം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.